അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുംതാസ് ഡോക്ടർ പറഞ്ഞ ആ ഒരു വാക്കുകൾ അതാ അവൻ്റെ ചെവിയിൽ തുളച്ചു കയറുന്നു. അത് ഷെഫീഖ്, പിന്നെ ഭാര്യയെ നല്ല രീതിയിൽ സംരക്ഷിക്കണം കേട്ടോ. പിന്നെ നമ്മൾ സ്നേഹം കൊടുക്കണം. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ ആ പലരും അവരുടെ പണി കഴിച്ചങ്ങ് പോകും. പിന്നെ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു ഗർഭിണിയായ ഭാര്യയെ പോലും പരിഗണിക്കാത്ത രീതിയിൽ ഫോണും കണ്ടിരിക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. പക്ഷേ ഈ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ടാവും തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം. അതെ, തൻ്റെ ഭർത്താവ് എന്നോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ പൊന്നു മോനെ, ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യമാണ് അവർ കൊതിക്കുന്നത്. ഏതൊരു ഭാര്യമാരും, പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ അങ്ങ് അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു അല്പസമയമെങ്കിലും അവരെ കൂടെ ഒന്നിരിക്കാനും അവരുടെ കാര്യങ്ങൾ അറിയുവാനും ഒന്ന് സമയം കണ്ടെത്തണം. അവർക്ക് ഒരുപാട് എന്തൊക്കെയോ പറയാനുണ്ട്. അത് കേൾക്കുവാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതാകുമ്പോൾ നിങ്ങളുടെ ജീവിതം ഉഷാറാകും. അതുമാത്രമല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞ്, ഗർഭസ്ഥ ശിശു, അത് വളരെയധികം ഉഷാറുള്ള കുഞ്ഞാവുകയും ചെയ്യും. നിങ്ങൾ ഉമ്മയും ഉപ്പയും സംസാരിക്കുന്നത്, ഗർഭിണി എന്താണ് സംസാരിക്കുന്നത്, കേൾക്കുന്നത്, അതാണ് നമ്മുടെ കുഞ്ഞ് കേൾക്കുന്നത്. അതേ, ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ആ ഖുർആൻ നമ്മുടെ കുഞ്ഞ് കേട്ടുകൊണ്ടേയിരിക്കും. ആ അതിനനുസരിച്ച് ആ കുഞ്ഞിനിങ്ങനെ വല്ലാത്തൊരു ഉന്മേഷമായിരിക്കും. അതല്ല, സിനിമാ ഗാനങ്ങൾ, അതുപോലെ വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ, ചീത്ത പറച്ചിലുകൾ, ഉപദ്രവം, അതൊക്കെ എല്ലാം കുഞ്ഞ് കേൾക്കുമല്ലോ. ഉമ്മയുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം കേൾക്കും. അപ്പോൾ നമ്മൾ ഭർത്താക്കന്മാർ, നിങ്ങൾ കുഞ്ഞിൻ്റെ ഉപ്പ ഉമ്മയോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് ആ കുഞ്ഞ് കേൾക്കാനിടവരും. അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞിന് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അത് ഉമ്മയും ഉപ്പയും ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഹാപ്പി അല്ലേ. അത് ഉമ്മയും ഉപ്പയും പ്രശ്നം, എപ്പോഴും പ്രശ്നം, കലഹം, അടിപിടി, കള്ള് കുടിച്ച് തല്ലൽ, അതെ, അവളെ ഒരുപാട് ഉപദ്രവിക്കൽ, അതൊക്കെ മക്കൾ കണ്ട് വളരുമ്പോൾ ഒരുപാട് മക്കൾക്ക് പേടി തോന്നും. സെയിം മെത്തേഡ് തന്നെയാണ്. ഗർഭസ്ഥ ശിശുവിന് എല്ലാം പടച്ചറബ് അറിയിച്ചു കൊടുക്കും. പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് എന്തായാലും തെറ്റായാലും ശരിയായാലും ഒക്കെ. അപ്പോൾ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള സമാധാനമുള്ള കുഞ്ഞാവണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഭാര്യയോടൊപ്പം സംസാരിച്ച് നല്ല വിഷയങ്ങൾ പങ്കിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാനും കാരണമാവും. ഓക്കെ, അതെ ഷമീർ അതെല്ലാം ഓർത്തു. ആ യാത്രയിൽ അവൻ അതിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചിരുന്നത്. മോനെ, ഉമ്മ വിളിച്ചു. ആ ഉമ്മ, മുംതാസ് ഡോക്ടർ നല്ലൊരു ഡോക്ടർ അല്ലേ? അതെ ഉമ്മ, സത്യമായിട്ടും നല്ല ഉപദേശം തരുന്നൊരു ഡോക്ടർക്ക് വേണമെങ്കിൽ പൈസ വരാൻ വേണ്ടി ഓപ്പറേഷൻ വേണം, അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ എത്രയോ കമ്പനികളുണ്ട് അല്ലേ, എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്. അവർക്ക് അവരുടെ ലാഭമാണ് ലക്ഷ്യം. അവർ നോർമൽ ഡെലിവറി എന്ന് വെച്ചാൽ പലരും അതിന് ശ്രമിക്കാറില്ല. എപ്പോഴും പെട്ടെന്നങ്ങ് ഓപ്പറേഷൻ ചെയ്യുക. എന്താലേ, എന്നാലും മോളെ സീനത്തെ, മോൾക്ക് ഇഷ്ടപ്പെട്ടു ഡോക്ടറിനെ? ഉമ്മ, സത്യം പറഞ്ഞാൽ ഒരു ഉമ്മയുടെ കരുതലും സ്നേഹമാണ് എനിക്ക് തോന്നിയത്. ആ മോളെ, നല്ല ഡോക്ടറാണ്. ഏതായാലും കിട്ടിപ്പോയത് തന്നെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമോ അല്ലേ? മോനെ, ആ ഉമ്മ, നമുക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാം. ആയിക്കോട്ടെ. അങ്ങനെ അതാ അവർ ഒരു ഷോപ്പിലേക്ക് ഇറങ്ങുന്നു. അവൾക്ക് കഴിക്കുവാനുള്ള പോഷക സമൃദ്ധമായ എല്ലാ ഭക്ഷണ സാധനങ്ങളും വാങ്ങുവാൻ വേണ്ടി ഉമ്മ പറയുന്നു. മോനെ, എല്ലാം വാങ്ങിക്കോ. പിന്നെ കൂടുതൽ അരിഭക്ഷണം കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്. ഇലക്കറികളായിട്ടും പച്ചക്കറികളും ഫ്രൂട്ട്സും പിന്നെ പോഷക സമൃദ്ധമായ ധാന്യങ്ങൾ, കടല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണ് വാങ്ങിക്കോ കേട്ടോ. ഇന്ന് നല്ല രീതിയിൽ മോളെ നോക്കണം. ഉമ്മ, പച്ചക്കറി വേണോ? അല്ല മോനെ, എന്നാലും ധാന്യങ്ങൾ കുറച്ച് വാങ്ങിക്കോ. പച്ചക്കറി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ആ അങ്ങനെ അത് അവൾക്കുള്ള സാധനങ്ങൾ വാങ്ങി വരുന്ന ഷമീറിനെ അവൾ കണ്ടപ്പോൾ ശരിക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. റബ്ബേ, പഠിച്ചോനെ, റഹ്മാനെ, ആദ്യമേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ, തെറ്റൊന്നും ചെയ്യാതെ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. അവൾ അത് ചിന്തിച്ചു. അപ്പോഴേക്കും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അതാ വയറിൽ നിന്ന് ഇളകുന്നു. ആ രാജേഷിൻ്റെ കൈകളിൽ കെട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ പ്രസവിച്ച് കൊണ്ടുപോകും. എനിക്കൊരിക്കലും കാണാൻ പറ്റാത്ത രീതിയിൽ. റബ്ബേ, അൽഹംദുലില്ലാ. അവൾ ശുക്ർ ചൊരിഞ്ഞു പടച്ച റബ്ബിനോട്. അപ്പോഴേക്കും സാധനങ്ങളുമായി ഷമീർ എത്തി. ഉമ്മ, പോകാം. അവർ ഓട്ടോയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഷമീർ ചോദിച്ചു, സീനത്തെ,
നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല, അതൊന്നുമില്ല. ഓ, എന്നാ മതി. അല്ലെ കാറ് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട. കാറിലിരിക്കാൻ ഈ ഒരു സമയത്തൊന്നും കഴിയൂല, അത് മതി. അതെ, പാവങ്ങളാണ്, കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ വാശിയും ദേഷ്യവും ഒന്നും ഇവിടെ നടക്കില്ലല്ലോ. ഒരു കാലത്ത് ഞാൻ വാശിക്കാരിയായിരുന്നു, ദേഷ്യക്കാരിയായിരുന്നു, അതെ, അഹങ്കാരിയായിരുന്നു. അതിനുള്ള ശിക്ഷ രാജേഷിൻ്റെ കൈകളിൽ നിന്ന് നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതാ അവർ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ്, അത് ഷെഫി ഉസ്താദ് തൻ്റെ സഹർ ബത്തൂലിനെ ക്ലാസ് എടുത്തിരിക്കുന്ന സമയമാണ്. അത് ഖുർആനിലെ ഓരോ ഭാഗങ്ങളും അവളെ പഠിപ്പിക്കുന്നു. അതിനനുസരിച്ച് അവളതെല്ലാം കേൾക്കുന്നു. എൻ്റെ ബത്തൂൽ, ആ നിനക്ക് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും ബൈഹാർട്ടായിട്ടുണ്ട്. ഖുർആനിലെ ഏത് ഭാഗം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പെണ്ണ് പറയുന്നുണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ നിനക്കും ഖുർആൻ പഠിപ്പിക്കുവാനുള്ള യോഗ്യത കിട്ടിയിട്ടുണ്ട്. അതെ, സത്യമായിട്ടും അതെ മോളെ, നിനക്കും പഠിപ്പിക്കാം, ദീനിൻ്റെ വഴിയിലേക്ക് ഇറങ്ങാം. എന്താ എൻ്റെ പൊന്നുമോൾ, അതിന് എല്ലാ യോഗ്യതയും നേടിക്കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുമ്പിൽ അവൾ കരഞ്ഞു പോയി. അപ്പോൾ എൻ്റെ ഉസ്താദ് ഇനി എന്നെ ക്ലാസ് എടുക്കില്ലേ? എൻ്റെ പെണ്ണെ, നിനക്ക് തരാവുന്ന ക്ലാസ്സുകളെല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. പക്ഷേ പഠനത്തിന് അറ്റമില്ലല്ലോ. ഖുർആനിലെ ചില അർത്ഥങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അത് വളരെയധികം നമ്മളൊക്കെ എത്ര തന്നെ പറഞ്ഞാലും തീരാത്തതാണ്. കടലിലെ വെള്ളം മുഴുവൻ മഷിയായാലും, അതെ, ഈ ലോകത്തിലെ മരങ്ങൾ മുഴുവൻ പേനയായി കഴിഞ്ഞാലും ഒരിക്കൽ പോലും അതിൻ്റെ മഹത്വം, അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് എഴുതി തീർക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അതിന് അനന്തമില്ല. അതിൻ്റെ അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ വളരെയധികം വിശാലമാണ്. അതൊരിക്കലും ഒരു മനുഷ്യനായ സൃഷ്ടിയായി എനിക്ക് പറഞ്ഞു തരുവാനും എഴുതി തീർക്കുവാനും കഴിയില്ല. പക്ഷേ ഞാൻ പഠിച്ച ഭാഗങ്ങൾ അത് ഏറെക്കുറെ എൻ്റെ പെണ്ണിന് ഞാൻ പറഞ്ഞു തന്നു. അതെ, ഇനിയുമുണ്ട് ഒരുപാട് പഠനത്തിനറ്റമില്ല എൻ്റെ പൊന്നുമോളെ. പക്ഷേ ഏകദേശമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ എൻ്റെ പെണ്ണ് പ്രാപ്തിയായിരിക്കുന്നു. അതെ ഉസ്താദേ, അപ്പോൾ അതെ, ഇനി എൻ്റെ ശിഷ്യയായി എൻ്റെ ബത്തൂൽ കഴിയണമെന്നില്ല. ഇനി എൻ്റെ ശിഷ്യയ്ക്ക് എന്നെയും പഠിപ്പിക്കാം. ചില കാര്യങ്ങളിൽ നീ എന്നെക്കാളേറെ വളരെയധികം ഉയരങ്ങളിലാണ് എൻ്റെ പൊന്നെ. സത്യമായിട്ടും. അല്ലോ, ഞാനോ എൻ്റെ ഉസ്താദിനെയോ? അതിനെന്താ, ഇനി ഞാൻ ശിഷ്യൻ, നീ എൻ്റെ ഗുരുനാഥ. എന്താ, എങ്ങനെയിരിക്കും? ഒരു നിമിഷം അവളുടെ ആ മനോഹരമായ കവിൾത്തടത്തിലെ നുഴക്കുഴികൾ വിരിഞ്ഞു. അതെ, ആ ഒരു മൊഞ്ച് ഉസ്താദ് ഒരു നിമിഷം നോക്കി നിന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് അവർ രണ്ടുപേരും അവരുടെ ബെഡ്റൂമിൽ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും എല്ലാം ഇസ്ലാമിനെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച്, മുത്തഹബീബിനെ കുറിച്ച് അങ്ങനെയായിരിക്കും. എന്തെന്നറിയില്ല, സഹറ ബത്തൂലിനെ അത് കേൾക്കുവാൻ വല്ലാത്തൊരു ആകാംക്ഷയാണ്. എന്തെന്നറിയില്ല, അത് വല്ലാത്തൊരു അനുഭൂതിയാണ് അത് കേൾക്കുമ്പോൾ. അതും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദിൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അതിന് വല്ലാത്തൊരു മനോഹാരിത ഉണ്ടാകും. അതെ, മരുഭൂമിയുടെ കഥ പറയുമ്പോൾ, ആമിന ബീബിയുടെ കഥ പറയുമ്പോൾ, മുത്ത് ഹബീബിൻ്റെ കഥ പറയുമ്പോൾ, അലി ഇബ്നു അബി ത്വാലിബിൻ്റെയും അവരുടെ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയുടെയും കഥ പറയുമ്പോൾ, അതെ, പലപ്പോഴും നമ്മുടെ ബത്തുൽ കരഞ്ഞിട്ടുണ്ട്. ഫാത്തിമ, നീ പോയതിൽ പിന്നെ ഈ ദുനിയാവ് ഒട്ടും സുന്ദരമല്ല. അതെ, ബീവി മരണപ്പെട്ടതിന് ശേഷം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി മരണപ്പെട്ട ശേഷം മരുമകൻ അലിയുടെ വാക്കുകൾ അത് കേൾക്കുമ്പോൾ ബീവിയുടെ സഹർ ബത്തൂലിൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പൊട്ടിപ്പോവും. അതെ, അലിയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ഞാൻ ഫാത്തിമ ബീവിയാണ്. എന്നാൽ ഫാത്തിമ ബീവിയുടെ ആ ചരിത്രം അന്ന് ഉസ്താദ് പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതെ, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അന്ന് നേരത്തെ തന്നെ കുളിപ്പിച്ചൊരുക്കുകയാണ് ഫാത്തിമ ബീവി. അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ, എന്താണ് ഇന്ന് ധൃതി പിടിച്ച് നമ്മുടെ മക്കളെയൊക്കെ നീ കുളിപ്പിച്ചൊരുക്കി മാറ്റി നിർത്തിയിരിക്കുന്നത്?
അല്ലെങ്കിൽ ഇത്രയധികം ഫാസ്റ്റ് ആവാറില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു യാത്ര പോകാനുണ്ട്. യാത്രയോ? എൻ്റെ ബീവി, എൻ്റെ പൊന്നു മോളെ, അത് ഞാനില്ലാത്തൊരു യാത്രയ്ക്ക് നീ പോകുകയാണോ? അതെ, ഞാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അലിയില്ലാത്ത ആദ്യത്തെ യാത്ര. അതെ, അത് പറയുമ്പോൾ അവർ വിതുമ്പുന്നുണ്ടായിരുന്നു. എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. എൻ്റെ ബീവി, ഞാനില്ലാതെ ബീവിക്ക് എങ്ങനെ പോകാൻ കഴിയും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ആരെയും കൊണ്ടുപോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കൊണ്ടുപോകുന്നില്ല. എൻ്റെ അലീനെയും കൊണ്ടുപോകുന്നില്ല. അലി, ഞാൻ മാത്രമാണ് കേട്ടോ ഈ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ ആരെയും കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഒരു നിമിഷം അലി വീണ്ടും ചോദിക്കുകയാണ്, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ടവളെ, എങ്ങോട്ടാ ഒന്ന് പറഞ്ഞൂടെ? എന്നാൽ ആ നിമിഷം തന്നെ അവർ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട അലിയെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് പോവുകയാണ്. അതെ, മരണത്തിലേക്ക് പോവുകയാണ് എന്നുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ബേബി, എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ, നീ പോയാൽ പിന്നെ എനിക്ക് ആരാണ് പെണ്ണേ? അതെ, വിതുമ്പുന്ന മനസ്സോടെ ചുണ്ടുകളോടെ ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, എന്നാൽ എന്തായിരിക്കും ആ ഒരവസ്ഥ? എന്നാൽ ബീവി മരണപ്പെട്ടു പോയതിനു ശേഷം വളരെയധികം ഏകാഗ്രതമായിരുന്ന ആ ഒരു അലിയെ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ, നീ പോയതിൽ പിന്നെ ഈ ലോകം ഒട്ടും സുന്ദരമല്ല പെണ്ണേ. അതെ, നീയായിരുന്നു എൻ്റെ സന്തോഷങ്ങൾ. നീ പോയതിൽ പിന്നെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. സെഹർ ബത്തൂൽ അതാ പൊട്ടി പൊട്ടി കരഞ്ഞു ആ ഒരു വാക്കുകൾ കേട്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, കരയാതിരിക്കൂ. അതെ, മുത്തു ഹബീബിൻ്റെ ചാരത്തേക്ക് പോകുന്ന വാർത്തയാണ് അവൾ പറഞ്ഞത്, ബീവി പറഞ്ഞത്. അത് തൻ്റെ പിതാവിൻ്റെ അരികിലേക്ക്, സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച, ആ ഒരു സ്വപ്നമായിരുന്നു അവരുടെ മനസ്സിൽ. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട അലിയെയും മക്കളെയും പിരിയുന്ന വേദന ഇല്ലാഞ്ഞിട്ടല്ല, അവർ വിതുമ്പുകയായിരുന്നു. സെഹ്റബത്തുൽ പൊട്ടിക്കരഞ്ഞു. കരയാതിരിക്കൂ, അവരൊക്കെ നാളെ സ്വർഗത്തിലേക്കുള്ള സ്ത്രീകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവളെ, ഫാത്തിമ ബീവി സ്വർഗത്തിലെ രാജകുമാരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, സ്വർഗത്തിലെ രാജകുമാരി ആവണ്ടേ? എൻ്റെ പെണ്ണിനും എൻ്റെ ബത്തുലിനും വേണ്ടേ സ്വർഗത്തിൽ പ്രവേശിക്കണ്ടേ? അതെ, ഫാത്തിമ ബീവിയുടെ കൈ പിടിക്കണ്ടേ? അതെ, തീർച്ചയായും വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതെ, അതിനുവേണ്ടി അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണം. തെറ്റൊന്നും ചെയ്യരുത് കേട്ടോ എൻ്റെ പെണ്ണ്, തെറ്റൊന്നും ചെയ്യാനേ പാടില്ല. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അതിനുള്ള ശിക്ഷ നൽകും. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യരുത്. അള്ളാഹു പറഞ്ഞ രീതിയിൽ മാത്രം ജീവിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതെ, ഒരു വാക്കും ഒരു ഏഷണിയും പരദൂഷണവും ഒന്നും നമ്മൾ കേൾക്കുവാനും പറയുവാനും പാടില്ല എൻ്റെ പെണ്ണെ. ഹറാമ് ചെവി കൊണ്ട് കേൾക്കരുത്. അതെ, ഹറാമ് പറയരുത്. അങ്ങനെയാണല്ലോ. ഹറാമ് കണ്ണുകൊണ്ട് കാണരുത്. എൻ്റെ ബത്തൂൽ, എൻ്റെ പ്രിയപ്പെട്ടവളുടെ കാഴ്ച ഇനി ഒരിക്കലും ഹറാമിലേക്ക് പോകരുത് കേട്ടോ. എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെ, ഹിജാബ് നീ താഴ്ത്തിയിടുക. അതെ, ആ കണ്ണുകൊണ്ട് പോലും ഒരു അന്യപുരുഷനെ നോക്കരുത് കേട്ടോ. അതൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. തെറ്റ് വരാൻ എളുപ്പമുണ്ട്, ഒരു നോട്ടം മതി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു ക്ലാസ് കേട്ടിട്ട് അതാ ബത്തൂല് കോരി തരിച്ചു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങേ എനിക്ക് ഭർത്താവായി കിട്ടിയതിൽ ഞാൻ പടച്ച റബ്ബിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം അത്രക്കും നല്ല നല്ല പാഠങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് തരുന്നത്. അങ്ങനെ അതാ അവർ ആ രാത്രിയുടെ യാമത്തിൽ അവർ രണ്ടുപേരും അതെ അല്പസമയം ബത്തൂലിനോട് ആ ഒരു കാര്യങ്ങളൊന്നുമല്ലാതെ സംസാരിച്ചിരിക്കും. അതെ, നമ്മുടെ ഷെഫി ഉസ്താദ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഇഷാക്ക് ശേഷം ഭാര്യമാരുടെ അരികിൽ ഒരു അരമണിക്കൂർ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു. അതിൽ ഒരു അന്താരാഷ്ട്ര കാര്യങ്ങളും ഇൻ്റർനാഷണൽ കാര്യങ്ങളും ഒന്നും തന്നെ ചർച്ച ചെയ്യാറില്ല. അതെ, അതിൽ അവരുടെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ജീവിത സ്വപ്നങ്ങൾ അതുമാത്രമായിരിക്കും. ഒരു രാഷ്ട്രീയ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചർച്ചകളോ അതിൽ പെടില്ല. അവരുടെ സന്തോഷത്തിൻ്റെ, അവരുടെ സ്നേഹത്തിൻ്റെ പരസ്പര കാര്യങ്ങളാണ് അതെ ഇഷാവിന് ശേഷം അല്പസമയം ഭാര്യയോടൊക്കെ സംസാരിച്ചിരിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഷെഫി ഉസ്താദും തൻ്റെ പ്രിയപ്പെട്ട ബത്തൂലിനോട് അത് സംസാരിച്ച് ഇരിക്കുമ്പോൾ ബത്തൂലിനും വല്ലാത്തൊരു സന്തോഷമായിരുന്നു. സീനത്തിൻ്റെ കാര്യത്തിലും ഉസ്താദ് അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അവൾ പഠിക്കാനുണ്ട്,
അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഉസ്താദിനെ അടുപ്പിക്കാറില്ല എന്നാണ് അതിൻ്റെ സത്യം. എന്നാൽ പല നിമിഷങ്ങളിലും അവൾ ഫോണിൽ മറ്റുള്ളവരോട് ചാറ്റിങ്ങും കോളിങ്ങും അത് പലവട്ടം ഷെഫി ഉസ്താദ് കണ്ടിട്ടും ക്ഷമിച്ചു. അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു. റബ്ബേ, എന്നാൽ ആ ക്ഷമയുടെ ഫലമായിട്ടായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന് അതാ സെഹ്റ ബത്തൂലിനെ കിട്ടിയത്. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ആ ഒരു സാന്നിധ്യം വളരെയധികം കൊതിക്കും എപ്പോഴും ബത്തൂൽ. ഒരു നിമിഷം വിചാരിച്ചു പോകും, എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് എൻ്റെ അടുക്കൽ നിന്ന് പോകാതെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. എൻ്റെ പെണ്ണെ, കൂടുതൽ സമയവും ഞാൻ അങ്ങനെ തന്നെയാണല്ലോ നിൻ്റെ ക്ലാസ്സിൽ. പക്ഷെ അപ്പോൾ ഞാനൊരു ഉസ്താദായിരിക്കും. അപ്പോൾ നീ എൻ്റെ ഭാര്യയുടെ രീതിയിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫീൽഡിൽ ക്ലാസ് എടുക്കാൻ കഴിയില്ല എൻ്റെ പെണ്ണെ. അതുകൊണ്ടാണ് ഞാനൊരു ഉസ്താദിൻ്റെ രൂപത്തിൽ അപ്പോഴാകുന്നത്. അത് എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഇഷാഹിൻ്റെ ശേഷമാകുമ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയുടെ അതേ സ്ഥാപനമാണ് ഞാൻ നിനക്ക് നൽകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അതിൽ വേറൊന്നും കടന്നു വരാൻ പാടില്ല. അതിനിടയിൽ ഒരു പഠനവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മളുടേതായ സംസാരങ്ങൾ മാത്രം. ഒരു നിമിഷം അതാ ഉസ്താദ് അവളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ബത്തൂൽ, ആ എന്താ, എങ്ങനെയൊക്കെ നിന്നാൽ മതിയോ? അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്ക് നമ്മുടെ ഇസ്ലാം മതം ഇനിയും പ്രചരിപ്പിക്കണ്ടേ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കനിഞ്ഞരുളുന്ന ആ ഒരു സമ്മാനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങണ്ടേ? ഒരു നിമിഷം ബത്തൂലിൻ്റെ മുഖം ചുവന്നു. അവൾ നാണത്താൽ തല താഴ്ത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് തരുന്ന എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതെ. അത് കേട്ടപ്പോൾ അവൾക്ക് ഉസ്താദിനും വല്ലാത്ത സന്തോഷമാണ് ആകുന്നത്. എൻ്റെ ബത്തൂലിനെ തൻ്റെ നെഞ്ചോട് ചേർത്തു അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നു, എൻ്റെ സെഹ്റ ബത്തൂൽ, അള്ളാഹു എനിക്ക് ഏകിയ ഒരു നിധിയാണ് നീ, ഒരു കനിയാണ് നീ. അല്ലാഹ് റഹ്മാനെ, ഇവളിൽ ഹൈറായ സന്താനങ്ങളെ എനിക്ക് നീ ജനിപ്പിക്കണേ അല്ലാഹ്. ഒരു നിമിഷം ഉസ്താദ് ദുആ ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട സെഹ്റ ബത്തൂലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.